വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കുഞ്ഞു വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ടോട്ടുവിന്റെ കുറച്ച് കുഞ്ഞു വിശേഷങ്ങൾ പറയണമെന്നുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ടോട്ടുവിനെ തുറന്ന് വിടേം. ടോട്ടു വരൂ, ടോട്ടു മോനിഞ്ഞി വാ, മക്കളിഞ്ഞി വാ. പക്ഷെ അവൻ ഭയങ്കര കുസൃതി എന്നുള്ളപ്പം തന്നെ ഒരു വൃത്തിയില്ല. എവിടെ വെള്ളം കണ്ടാലും ആ വെള്ളത്തിൽ കിടന്ന് കളിച്ച് ദേഹമൊക്കെ ഇല്ലാതാക്കും. പക്ഷെ ടോട്ടുവിന്റെ വിശേഷങ്ങൾ കൂടുതലായിട്ട് കാണണമെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കണ്ട. ബാക്കി വീഡിയോസ് നമുക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. ഇറങ്ങി വേണം പാത്രങ്ങളൊക്കെ വെറുതെ ഇതിപ്പോ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ട് വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോ ആ സൈഡിലോട്ടാണ് ഇവനെ ഞാൻ കൂട്ടിനകത്ത് ഒതുക്കി ഇടുന്നത്. ആ സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കാവോ? അവിടെയാണ് ഞാൻ ഒതുക്കി വയ്ക്കുന്നത്. പിന്നെ ഫുൾ ടൈം വീടിനകത്ത് ഉണ്ടാവും പാത്രം. ഇത് ഒരിക്കൽ ഈ പാത്രം ഇല്ലാണ്ടാക്കിയിട്ട് ഞാൻ വേറെ പാത്രം എടുത്തോണ്ട് വന്നതാണ് കേട്ടോ. അത് അത്രയും മുടിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇത് ഇവന്റെ സ്വഭാവമാണ്. ഇതിൽ അത്രയും മുടിയാക്കി വെക്കും. അപ്പൊ പിന്നെ അസുഖങ്ങൾ ഉണ്ടാവാറില്ലേ, അതൊക്കെ ഉണ്ടാവും. ഇത് വെള്ളം കൊടുക്കുന്നതാണ്. അപ്പൊ ഇത് രണ്ടും ഇനി കഴുകാനുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൂടും വൃത്തിയാക്കണം ഒക്കെ ഉണ്ട്. ഇതെല്ലാം അവന്റെ സാമഗ്രികളാണ്. ചീപ്പ്, പിന്നെ ഷാമ്പു, ഇതെല്ലാം പെറ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ടിട്ട് ഇതിന്റെ തന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ കൊണ്ടുപോകുമ്പോൾ അവര് തരുന്ന ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്ന വേല ഉണ്ടോ. ഇത് ഞാൻ പറഞ്ഞ ശരിയല്ലേ? അപ്പൊ നല്ല അടിയുടെ കുറവല്ലേ? അത്യാവശ്യം അടിയുടെ കുറവുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൂടൊന്ന് ജസ്റ്റ് വെളിയിലോട്ടാക്കട്ടെ. ഇതിന് വെളിയിലോട്ടാക്കി അതൊന്ന് ജസ്റ്റ് വൃത്തിയാക്കുക. നമ്മളെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ കണ്ട ഇവൻ തിന്നുന്ന വേസ്റ്റുകളെല്ലാം ഇവിടെ തന്നെ അവ അതാക്കിയിടും. ഇതാണ് അവന്റെ സ്വഭാവം. അത് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തി, എപ്പോഴും വൃത്തിയും വേണം. പക്ഷെ ഞാനത് വൃത്തിയായിട്ട് ഞാൻ എന്റെ കാര്യം കൃത്യമായിട്ട് നോക്കിയില്ലെങ്കിൽ അവന്റെ കാര്യം ഞാൻ കൃത്യമായിട്ട് നോക്കാറുണ്ട്. കാരണം അവന് ഏറ്റവും കൂടുതലും അടക്കവും ഒതുക്കവും ഒക്കെയുള്ള കുട്ടിയാക്കി വളർത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ആകെ ഒരു സന്തോഷം ഇവനാണ് കേട്ടോ. വീട്ടില് എപ്പോഴും അവ ഉള്ളത് കൊണ്ട് എനിക്ക് എന്റെ സമയം പോകും. ഭയങ്കര കുട്ടണി കൊടുക്കുകയാണ്. അപ്പൊ അതായി ഇനി വാ എന്റെ പൊന്നിഞ്ഞ് ഓടി വാ. ചക്കരെ റിച്ചാർഡിനെ ഓടി വന്നേണ്ട. ഇവനെ ചാടയൊന്നും ചെയ്യരുത്. ഉറപ്പെടുത്തുന്നത് അടിക്കാനൊന്നും അല്ല കേട്ടാ. ഞാൻ അവനെ ഉപദ്രവിക്കത്തൊന്നുമില്ല. പേടിപ്പിച്ചില്ലെങ്കിൽ അനുസരണയില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. ഇവിടെ തൂത്തില്ല എങ്കിൽ ഇതിലെ മണ്ണ് മൊത്തം കുളിച്ച് കഴിഞ്ഞിട്ട് ദേഹത്ത് വെച്ചാക്കും. അതാണ് എൻ്റെ സ്വഭാവം. കുറച്ച് വാഷ് ചെയ്യാനുള്ള സ്ഥലമാണേ. ഞാൻ പിന്നെ കുളിപ്പിക്കാനെടുത്ത് ഇനി ഒരു കുഴപ്പമുണ്ട് കേട്ടോ. വെള്ളം വീത്തി കഴിയുമ്പോൾ ഒരു കുടച്ചിലുണ്ട്. ആ കുടച്ചില് കൊണ്ട് ഞാൻ തന്നെ ഓടുവിടുന്നു. അതാണ് സ്വഭാവം. നിങ്ങൾക്കിപ്പോൾ കാണാം, അതിൻ്റെ കുടച്ചിലിപ്പോൾ കാണാം. 3 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം കുളിപ്പിക്കണമെന്നാണ്. 3 ദിവസത്തിൽ ഒരിക്കൽ കുളിപ്പിക്കാം. പിന്നെ ഞാൻ മാസത്തിൽ 2 തവണ പെറ്റ് സിറ്റിയിൽ കൊണ്ടുപോകും. കാരണം അവിടെ കൊണ്ടുപോയിട്ട് ഗ്രൂമിങ് ഒക്കെ ചെയ്യും. ഹെയറും നൈലും പിന്നെ ബാക്കില് ഒക്കെ അത്യാവശ്യം ചീത്തയായിട്ടിരിക്കുന്ന നല്ല മുടിയൊക്കെ ജട പിടിക്കുന്ന സ്ഥലത്തൊക്കെ മുടിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യും. എന്തോരം മര്യാദ കുട്ടിയെന്നറിയാവോ? എന്തോ മര്യാദയ്ക്ക് ഇരിക്കാന്നറിയാവോ? ഞാൻ ഇങ്ങനെയാണ് കുളിപ്പിക്കുന്നത്. കുളിപ്പിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കത് പറഞ്ഞു തരണം. ആക്ച്വലി എൻ്റെ അടുത്ത് പറഞ്ഞു തന്ന രീതിക്കാണ് ഞാൻ കുളിപ്പിക്കുന്നത്. ഇതുവരെയും ഒരു കുഴപ്പമില്ല. അവനിപ്പോൾ 1 വയസ്സായി. എനിക്ക് 2 മാസം പ്രായമുള്ളപ്പോഴാണ് ഇവനെ കിട്ടിയത്. അതും സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള കറക്റ്റ് നമ്മുടെ ഷിക്സു ആണ്. ഇവർക്ക് എപ്പോഴും വേണ്ടത് തണുപ്പാണ്. ഇപ്പോൾ ചൂട് സമയം കൂടെ അല്ലേ, അപ്പൊ തണുപ്പാണ്. അപ്പൊ കിടക്കുന്ന ബെഡ്റൂമിന്റെ സൈഡിൽ കൂടെ വന്ന് കിടന്നോളും.
ഇതിന്റെ കളർ ഇങ്ങനെയാണ് കേട്ടോ. കാണാൻ വിചാരിക്കും അഴുക്ക് പറ്റി ഇരിക്കണം എന്നൊക്കെ വിചാരിക്കും. അല്ല, ഇതിന്റെ കളർ ഒരു തവിട്ട് കളറാണ്. വൈറ്റില് തവിട്ടും ബ്ലാക്കും ഒക്കെ ചേർന്നൊരു കളറാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനൊന്ന് സുന്ദരനാക്കിയിട്ട്, ആൺകുട്ടിയാണ് കേട്ടോ, ടോട്ടു ആണ്, ആൺകുട്ടിയാണ്. ടോട്ടോ അടങ്ങിയിരിക്കേ. മുഖത്ത് 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 മൂക്ക് പൊക്കരുത്. പട്ടിയെടുത്ത് അലക്കലിട്ട് അലക്കണമെന്ന് വിചാരിക്കുന്നില്ല. നീ കുളിപ്പിച്ച് കൊണ്ടുപോകണണ്ട. ഇവിടെ കുട്ടിന്റെ മേളിൽ വെക്കാവേ. അവിടെ ഇരുന്നോ. ചാടരുത് ചാടരുത്. സ്ലീപ്പ് സ്ലീപ്പ്. നീ അവനെ ഒന്ന് തോർത്തി എടുക്കട്ടെ. കൊടിക്കുന്നു എവിടെ പോണ്? ഇവിടെ വാക്കാം. എവിടെ കുട്ടി കയറാനാണോ? കുട്ടി കയറാൻ വേണ്ടിയിട്ടാണോ? കയറിക്കോ കയറിക്കോ. നീ കുട്ടി കയറിയാലേ സമാധാനം വരുള്ളൂ എന്റെ കൊച്ചിന്. അവിടെ കിടന്നായിട്ടാ കുട്ടി കറക്റ്റ്. ഡ്രൈ ചെയ്ത് ഉണക്കണം. ഡ്രൈ ചെയ്യാന്ന് വെച്ചാൽ ഹെവി ചൂടിട്ട് ചെയ്യാൻ പാടില്ല. ഒക്കെ മണ്ണാക്കി കേട്ടാ. ഇടാൻ പാടില്ല. പൂളിട്ട് എന്നെ ചെയ്യണം. തലകുത്തൽ എങ്ങോട്ട് പോണേ? രണ്ടും കണ്ട അവനറിയാം. അവന് പ്രൊട്ടക്ഷൻ. മാറ മാറ മുറ നിന്റെ മുറ നിങ്ങൾ. സീസേഴ്സിന്റെ വെഗാസ്റ്റാർ എന്ന് പറയുന്ന ഒരു ലോഷനാണ്. ഇതിന് അല്ലാത്ത കെമിക്കൽ ലോഷൻസ് ഒന്നും പറ്റത്തില്ല. അപ്പൊ ഇതിന് ഇങ്ങനത്തെ ലോഷൻസ് ആണ് യൂസ് ചെയ്യാനുള്ളത്. അങ്ങനെ അവനെ കുളിപ്പിച്ചു. ഇങ്ങനെയൊന്നല്ല, കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട്. ഉണങ്ങി കഴിയുമ്പോൾ സുന്ദര കുട്ടനാവും. എവിടെയും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അത് ഉണങ്ങി വരും. അപ്പം പറഞ്ഞോ, എല്ലാവരുടെ പറഞ്ഞേ, ടോട്ടു എല്ലാവരുടെയും പറഞ്ഞേ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് എൻ്റെ ടോട്ടുവിനും ഞാനുമായിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇനിയും അടുത്ത പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇനിയും തുടർന്ന് നല്ല വീഡിയോസ് ചെയ്യണമെങ്കിൽ ടോട്ടു എന്ത് ചെയ്യണം? ടോട്ടു പറഞ്ഞു കൊടുത്തേ. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ പറഞ്ഞു. ബൈ ബൈ.